ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജന്മദിന ആഘോഷമെല്ലാം കഴിഞ്ഞു. നമ്മൾ പിറവി തിരുനാളെല്ലാം കഴിഞ്ഞു. വളരെ മനോഹരമായ തിരുനാൾ ആഘോഷിച്ചു. ആ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത് ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ്, അല്പം ദൂരെയാണ്. എങ്കിലും വചനം പറയുന്നത് ഓരോ ദിവസത്തെയും വചനം പഠിക്കുന്നത് മുടക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനമായിരുന്നു, 1-ാം അധ്യായം 6-ാമത്തെ വചനം. സംശയിക്കാതെ വിശ്വാസത്തോടു കൂടി വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയിക്കാതെ വേണം ചോദിക്കാൻ. ഇന്ന് അതിനോട് ചേർന്ന് പോകുന്ന വചനം തന്നെയാണ്. അതിനോട് ചേർന്ന് പറയുന്ന വചനം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 7-8 വചനങ്ങൾ ചേർത്ത് പറയുകയാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവൻ എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അതാണ് വചനം പറയുന്നത്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. The letter of St. James, chapter 1, verse 7 and 8. For the doubter, being double-minded and unstable in every way, must not expect to receive anything from the Lord. അതാണ് ആ വചനം. അതായത് ചഞ്ചല പ്രകൃതിയും സംശയമനസ്കനുമായ ഒരുവൻ ചോദിക്കുകയാണ്, കിട്ടുമോ കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കുക. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് എന്തെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ വീണ്ടും പറയുന്നു, ദൈവം മനുഷ്യനല്ല, മനുഷ്യനെ പോലെയല്ല. ദൈവമാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ 8,000-ൽ പരം വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, പറയുന്നത് അതുപോലെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, സംശയിക്കാതെ വിശ്വാസത്തോട് ചോദിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് അല്പമെങ്കിലും കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വചനം പറയുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വാസത്തോടെ ചോദിക്കാൻ പറ്റുന്നത് വിശ്വാസത്തോടെ തന്നെ, സംശയിക്കാതെ ചോദിക്കണം. കർത്താവിൻ്റെ പക്കലേ അടുത്ത് വന്നുകൊണ്ട് കർത്താവിനോട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോടൊന്ന് ചോദിച്ചേ. സംശയമനസ്കനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അതുകൊണ്ട് ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ് ആൻഡ് അൺസ്റ്റേബിൾ. സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകും, എനിക്ക് നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.